മലയാളികൾ ഏറ്റവും അല്ലെങ്കിൽ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കറിവേപ്പില. ഇതിപ്പോ നമ്മൾ ഇവിടുത്തെ വീട്ടുതൊടിയിൽ നിന്ന് പറിച്ചതാട്ടോ. ഇവിടെ എന്ന് വെച്ചാല് നമ്മൾ ആവശ്യമുള്ളപ്പോൾ, അതായത് ഒരു ദിവസത്തേക്കുള്ള കറിവേപ്പില പറിച്ച് അന്ന് ഉപയോഗിച്ച് അങ്ങനെ ആവശ്യാനുസരണമാണ് ഇത് പറിക്കണത്. പക്ഷെ ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രാണ് താമസിക്കുന്നത്. അവിടെ എനിക്കിങ്ങനെ കറിവേപ്പില കൃഷി ചെയ്യാനുള്ള സൗകര്യം ഒന്നുമില്ല. അപ്പൊ നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കണത്. അപ്പൊ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചു കാലം സൂക്ഷിക്കണല്ലോ. അപ്പൊ അതിനുള്ള ടിപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്. മുമ്പ് ഞാൻ ഫ്രിഡ്ജിൽ എങ്ങനെ കേടുകൂടാതെ മാസങ്ങളോളം കറിവേപ്പില സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇന്ന് ചെയ്യുന്നത് ഫ്രിഡ്ജില്ലാതെ എങ്ങനെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കറിവേപ്പില സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം കഴുകി വെള്ളമൊക്കെ കളഞ്ഞിരിക്കുകയാണ്. എന്നാലും ഇതിൽ കുറച്ചൊക്കെ വെള്ളത്തിന്റെ അംശം കാണും. അത് നമ്മൾ നന്നായിട്ട് കളയണം. അപ്പൊ ഇതേ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് അതിനു മുമ്പ് ഇങ്ങനെ ഇത് എടുക്കുക. വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് വെള്ളം കളയണം. വിധം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ എവിടെയെങ്കിലും ഒക്കെ കണ്ടാലോ ജലാംശം. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഒരു പേപ്പറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം വെള്ളത്തിന്റെ അംശം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഒരു കുപ്പി എടുക്കാം. ഒരു കുപ്പി എടുക്കുക. അതിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല കേട്ടോ. ഇനി ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് താഴെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഓരോ ഇലയും വെച്ചു കൊടുക്കാം. ഓരോ തണ്ടും ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി ഇത് നന്നായി അടച്ചു വെക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വായു ഒട്ടും കടക്കാത്ത കുപ്പിയാണ് എടുക്കേണ്ടത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.